തെരുവ് നായ്ക്കൾ മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ എത്രയാണ് അറിയുന്നത് പോലുമില്ല പലരും. അതായത് റാബിസ് വന്ന് പേവിഷബാധ വന്ന് ആളുകൾ മരണപ്പെടുന്നു. ഇതിന് ഒരു അറുതി വേണ്ടേ നമുക്ക്? അത് അവസാനം ഇതിപ്പോൾ ഈ വർഷം തന്നെ എത്ര പേർക്ക് ഇതുവരെ കടിയേറ്റു, എത്ര പേര് മരണപ്പെട്ടു. ഓരോ ദിവസവും 10-50 പേർക്കാണ് ഈ നായയുടെ കടിയേക്കുന്നത്. എന്നിട്ട് ഈ പട്ടി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് കിടന്ന് ചത്തുപോകും. കാരണം അതിന് പേവിഷബാധയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനം എടുത്തു. നല്ലൊരു കാര്യമാണ്. പക്ഷേ ആ തീരുമാനം കൊണ്ട് വല്ല പ്രയോജനമുണ്ട്? ഇന്നുള്ളതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല. പണ്ട് പേപ്പട്ടി അതായത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൻപുറത്താണെങ്കിൽ അവർ ആണുങ്ങൾ ഒരു 5-8 പേര് അങ്ങ് കൂടും. 5-8 അല്ല, ഒരു 10 പേരെങ്കിലും കാണും. കൂടി വലിയ പത്തലുണ്ടല്ലോ, വടി. ആ 10 വടി എടുത്തുകൊണ്ട്, അതായത് അത് ഈ നഞ്ചുമ്പത്തലാണ് അതിനുപയോഗിക്കുന്നത് കേട്ടോ. അത് ഇവിടേക്ക് അതിന് എന്ത് പറയുമെന്നുള്ളത് എനിക്കറിയില്ല. അതായത് ഇങ്ങനെ ഉരുണ്ട കാ പിടിക്കുന്ന ആ പത്തൽ വേലിപ്പത്തലാണ്. അത് വേലിക്ക് ഉപയോഗിക്കും. എവിടെ കൊണ്ട് നട്ടാലും അത് മുളച്ചു വരുന്നതാണ് ഈ പത്തൽ കൊണ്ടേ പാമ്പിനെ അടിക്കുള്ളൂ. കാരണം നല്ല വഴക്കമാണ്. അല്ല നേരെയുള്ള വടി വെച്ച് അടിച്ചാൽ പാമ്പിനെ അടിക്കാൻ ഒക്കത്തില്ല. ഈ പത്തൽ വെച്ച് അടിക്കണം എന്ന് പറഞ്ഞാൽ ഈ പത്തലും കൊണ്ട് ആളുകൾ പേപ്പട്ടി വരുന്നേന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചുകൊണ്ട് പേപ്പട്ടി വരുന്നേന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിനകത്തിരിക്കുക, ഇറങ്ങത്തില്ല. ഇവർ ഈ പട്ടിയെ ഇങ്ങനെ ഓടിക്കുക, നായ ഓടിച്ചിട്ട് അവർ തല്ലിക്കൊല്ലും, ഉറപ്പാണ്. അന്ന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ തല്ലിക്കൊല്ലാൻ പോയാലോ, നേരെ മേനകാ ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇറങ്ങും. ഇതേപോലെ പട്ടി നായ കൊന്നു. മനുഷ്യനെ കൊന്നാൽ കുഴപ്പമില്ല, നായെ കൊല്ലാൻ പാടില്ല. കാരണം നായ്ക്ക് വിലയുണ്ട്. നായ്ക്കുള്ള വിലയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 2800 കോടി രൂപയുടെ വാക്സിനാണ് ഒരു വർഷം വേണ്ടത്. ഇമ്മ്യൂണോ ഗ്ലോബലിനും ഇതിൻ്റെ വാക്സിനും കൂടെ 2800 കോടി രൂപ. അത് വാക്സിൻ കമ്പനികൾ വേണ്ടെന്ന് നോക്കൂ. അവരുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ പുറകെ നടക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന കിക്ക് ബാക്ക് അവർ വേണ്ടാന്ന് നോക്കൂ. ഇല്ലല്ലോ. അതുകൊണ്ട് മനുഷ്യൻ ചത്താലും കുഴപ്പമില്ല, നായ കൊല്ലപ്പെടാൻ പാടില്ല. നായ ചാവരുത്. നായ ചത്ത് കഴിഞ്ഞാൽ പിന്നെ റാബിസ് ഇല്ലല്ലോ, പേപ്പട്ടി ഇല്ലെങ്കിൽ പേവിഷമില്ലല്ലോ. ഇപ്പം ഗവൺമെൻറ് എടുത്തേക്കുന്ന അത് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഇതിന് തിന്നാൻ തയ്യാറുള്ളവരുണ്ട്, തെരുവ് നായ്ക്കളെ. അപ്പം ആടിനെ ഇറക്കാം, കോഴിയൊക്കെ ഇറക്കാം, എല്ലാത്തിനെയും ചെയ്യാം. അതിനെ കൊന്ന് തിന്നാം ആളുകൾക്ക്. ഇതിനെ കൊന്ന് തിന്നൂടെ എന്ന് ചിന്തിക്കണം. ഇതിനെന്താ പ്രത്യേകത? ഈ തെരുവ് നായ്ക്കൾക്ക് എന്തോ ഇത്ര പ്രത്യേകത? അപ്പോൾ ഇത് അങ്ങ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനെന്തെന്നറിയോ? ഇപ്പോൾ ഗവൺമെൻറ് എടുത്തേക്കുന്ന തീരുമാനം, ഗുരുതരമായ രോഗം ബാധിച്ച തെരുവ് ഗുരുതരമായ രോഗം, എന്ത് രോഗമെന്ന് പറഞ്ഞിട്ടില്ല. വല്ല ചൊറിയോ ചരങ്ങോ ഒന്നും വന്നാൽ ഗുരുതര രോഗമല്ല, അതൊന്നും പാടില്ല. ഗുരുതരമായ രോഗം വന്ന് അത് മറ്റ് തെരുവ് നായ്ക്കളിലേക്ക് പകർത്തും എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ, അതായത് ഇതിന് പേപ്പട്ടിയാണ് എന്നുള്ള ബോധ്യം, പേപ്പട്ടി പിടിക്കാൻ ചെന്നേച്ചാൽ മതി, അതിന് ബോധ്യം ഉണ്ടെങ്കിൽ അതിനെ ഒരു വെറ്റിനറി സർജൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി ഇതിനെ കൊല്ലാം. ഇത് എന്തു അർത്ഥമുള്ള കാര്യം? ഈ സർക്കാർ പറയുന്ന എന്തെങ്കിലും മീനിങ് ഉള്ള കാര്യമാണോ? പേവിഷ ബാധിച്ചാണെങ്കിൽ നാട്ടുകാരെ തല്ലിക്കൊല്ലണം, അതാ വേണ്ടത്. പേവിഷ ബാധിച്ചതിന് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇനി അതിന് വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. കാരണം ഇതിനെ കൊണ്ടുവന്ന് പേവിഷബാധ കൊണ്ട് പരിശോധിക്കണം പട്ടിയെ കേട്ടോ. എന്നിട്ട് ഇതിന് വേണ്ട ആഹാരമൊക്കെ കൊടുത്ത് റെഡിയാക്കി നിർത്തി ശരിയാക്കി അതിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തണം. എന്നിട്ട് അതിനെ ഒക്കെ അന്നേരം പേവിഷബാധയുണ്ട്, ശരി എങ്കിൽ കൊല്ലാം. ഇത് എളുപ്പമുള്ള കാര്യമാണോ ഇത്? ഗുരുതരമായ രോഗം ബാധിച്ച ഒരു നായ മറ്റ് നായ്ക്കൾക്ക് ഈ രോഗം പടർത്തും, മറ്റ് തെരുവ് നായകൾക്ക് ഈ രോഗം പടർത്തും എന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് കൊല്ലണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ഈ സർട്ടിഫിക്കറ്റോടുകൂടി. എളുപ്പമുള്ള കാര്യമാണ്. ഇന്നത്തെ ഉള്ളത് ഇന്ന് എന്താ വ്യത്യാസം? ബഹുമാന്യനായ മന്ത്രി ഒന്ന് ചിന്തിക്കുക. ഇന്നുള്ള ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നിങ്ങൾക്ക്? ഇത് ആളുകളെ കണ്ണിപ്പൊടിയിടാനുള്ള ഒരു തീരുമാനമല്ലേ? അതിന് വലിയ പരസ്യം കൊടുക്കുക, ദയാവധമാകാം. എന്തോന്ന് ദയാവധം? പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നതിന് ദയാവധം എന്ന് പറയാമോ? പേപ്പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും ക്യൂർ ചെയ്യാൻ വെക്കുന്നില്ല ആ സൂക്കേട്. അത് ബാക്കിയുള്ള നായ്ക്കൾക്കെല്ലാം ഇത് കൊടുക്കും. കാണുന്ന ആളുകളെല്ലാം കടിക്കും. കാരണം അതിന് ബോധമില്ല. പോകുന്ന വഴിക്ക് അതിന് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. കാരണം അതാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ അതിൻ്റെ കഴുത്ത്, മനുഷ്യൻ്റെ ആയാലും ഈ മൃഗങ്ങളുടെ ആയാലും കഴുത്തുള്ള ഞരമ്പുകൾ ഇതെല്ലാം അങ്ങ് പ്രവർത്തനരഹിതമാവും. അതാണ് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത്. വെള്ളം കുടിക്കണമെന്നുണ്ട്, പക്ഷെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, വെള്ളം കണ്ടാൽ ഇവർ നാക്ക് പുറത്തോട്ടിടും. അതായത് പേവിഷ ബാധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇട്ടിട്ട്
അങ്ങ് അണയ്ക്കും, വലിയ പ്രശ്നം ഉണ്ടാക്കും, വലിയ ബഹളം ഉണ്ടാക്കും. കാരണം ഹൈഡ്രോഫോബിയ അതാണ്, അതായത് വെള്ളത്തിനോടുള്ള ഫോബിയ ആണ് ആ വരുന്നത്. അത് നായ്ക്കൾക്കുണ്ട് അത് തന്നെ. അപ്പോൾ ഇന്നത്തെ ഉള്ള നിയമത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും വ്യത്യാസമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് പറയാം ഇനി ABC റൂൾസ് ഒന്ന് ഭേദപ്പെടുത്താനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കും. നല്ല കാര്യമാണ്. ABC റൂൾസ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അതായത് ഈ പട്ടികളെ വന്ധ്യംകരിക്കുന്ന ഓരോ സ്ഥലങ്ങളാണിത്. ഇതിനെ പിടിച്ചുകൊണ്ട് ഈ വന്ധ്യംകരിക്കണം ഈ പട്ടികളെ, കേട്ടോ. അതിനിടെ അതൊരു 100 എണ്ണത്തിനെ ഉണ്ടാക്കിയിട്ടാണ് ഈ വന്ധ്യംകരിക്കപ്പെടുന്നത്. അപ്പോഴത്തേക്ക് ഉണ്ടായി വന്നേക്കുന്നത് വീണ്ടും അടുത്ത കുഞ്ഞുങ്ങളെ നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടോളൂ. അപ്പോൾ ഇതിനെ ഒരെണ്ണത്തിനെ വന്ധ്യംകരിക്കുന്നതിന് 740 രൂപയാണ്, കേട്ടോ. ഇവിടെ ഒരു ആശാ വർക്കർക്ക് 233 രൂപ ഡെയിലി ശമ്പളം. ആലോചിക്കുള്ളൂ. ഈ പട്ടി വന്ധ്യംകരിക്കുന്നതിന് 740 രൂപ. ഇനി കൂടുതൽ വന്ധ്യംകരണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണമെന്നാണ്, കേട്ടോ. ഇതിനെ അതാണ് എളുപ്പമുള്ള മാർഗമല്ലേ, പട്ടി അങ്ങ് വന്ധ്യംകരിച്ച് അങ്ങ് മാറ്റാമെന്ന്. എന്ന് മാറ്റാനായത്? എന്തെങ്കിലും കുറവുണ്ടോ? 10ഉം 15ഉം നായ്ക്കളെയാണ് റോഡിൽ രാവിലെ നടക്കാൻ പോയാൽ കാണുന്നത്. എന്നിട്ട് അത് പകൽ ആ സമയങ്ങളിൽ, ചില സമയങ്ങളിൽ കുറച്ച് മഴയത്ത് വളരെ കുറവേ കാണാൻ കിട്ടുള്ളൂ, എവിടെയൊക്കെ കയറിയിരിക്കും. ബാക്കി അല്ലാത്ത സമയമാണെങ്കിൽ അതങ്ങ് റോഡിലങ്ങ് കിടക്കുക, കുറേ എണ്ണം കിടക്കും, അത് കുറേ എണ്ണം ചുറ്റും ഇരിക്കും, കാര്യം പറയും. അവരുടെ സംസ്ഥാന സമ്മേളനമാണ് പലപ്പോഴും നടക്കുന്ന നായ്ക്കളുടെ. ഇതിനെ നേരിടാനുള്ള മാർഗങ്ങൾ ഇത് മാത്രമൊന്നുമല്ല. ഇതിന് ചിപ്പ് ഘടിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ചിപ്പ് ഘടിപ്പിച്ച് ആരാ നോക്കുന്ന ഈ ചിപ്പ്? ഈ നായ എങ്ങോട്ട് പോയെന്ന് നോക്കുമോ? ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥം വേണ്ട ഈ പറയുന്ന കാര്യങ്ങൾക്ക്? നായ്ക്ക് ചിപ്പ് ഘടിപ്പിച്ചാൽ ഇത് കടിക്കത്തില്ല, കേട്ടോ. അതാണ്. ഇനി അടുത്തത്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാം പല്ലങ്ങ് പിഴുതുകളായിട്ട് ഇതിനെ പിടിച്ച്, എന്ന് വെച്ചാൽ ആളുകളെ അന്നേരം കടിക്കത്തില്ലല്ലോ, കടിക്കാൻ മാർഗമില്ലാതാക്കാം. പക്ഷെ അന്നേരം അതിന് ആഹാരം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അത് ശരിയായ കാര്യമല്ല, ക്രൂവൽറ്റി ടു അനിമലാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഈ തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കാനുള്ള മാർഗം, മെയിനായിട്ടുള്ള മാർഗം, ഈ ഓരോ ആളുകൾ നായ്ക്കളെ മാച്ചങ്ങ് വളർത്തുമല്ലോ, നിർബന്ധമായിട്ടും ഇതിന് ലൈസൻസ് ഏർപ്പെടുത്തണം. ഒരു നായയെ ഒരുത്തനും വളർത്തണമെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ അതിന് പോയി ലൈസൻസ് വാങ്ങണം. ആ ലൈസൻസ് നിർബന്ധമായിട്ടും അവർ കരുതണം. ഈ നായ എവിടെ ഉണ്ടോ അവിടെ ഈ ലൈസൻസും കാണണം. എന്നിട്ട് ഇതിന് മാത്രം ആ ലൈസൻസ് പുതുക്കണം. ആ പുതുക്കുന്നതിനെല്ലാം ഇതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതായത് ഇതിന് ആൻറ്റി റാബിസ് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് സഹിതം കൊണ്ടുചെല്ലണം. ഈ രീതിയിലുള്ള ഈ കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ റോഡിൽ തന്നെ നടക്കാൻ ഈ നായ്ക്കളെ രാവിലെ ഓരോരുത്തരുണ്ടല്ലോ ഈ പശുവിനെ തീറ്റുന്ന മാതിരി ഇതിനെ കൊണ്ട് വരികയാണ്. എന്തിനെന്നറിയോ? ഇതിനെ കാശ പിടിപ്പിക്കാനാണ്. ഈ വേസ്റ്റ് മുഴുവൻ റോഡിലാണ് ഇടുന്നത്. ഈ റോഡിൽ പലയിടത്തും നടക്കാൻ പോലും പറ്റത്തില്ല, അത്രയും വൃത്തികേടാണ് കാണിക്കുന്നത്. ഇതിനൊക്കെ ശക്തമായ നിയമം കൊണ്ടുവരണം. അല്ലാതെ ഈ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഇതിനെ പിടിച്ചിട്ട് ഡോക്ടറെ കൊണ്ട് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് പേപ്പട്ടിയെ കൊല്ലുന്നതിന് അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പേപ്പട്ടി ആണെന്ന് നാട്ടുകാർക്ക് ബോധമുണ്ടെങ്കിൽ ഈ പറയുന്നതിന് വരുന്ന ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേപ്പട്ടിയാണെന്ന് മനസ്സിലായി ആളുകളെ കടിക്കുന്നു. ആളുകളെ കടിക്കണമെങ്കിൽ, വെറുതെ അക്രമകാരികളാവുമെങ്കിൽ പേ ഉണ്ടതിന്, അതിനെ അങ്ങ് തല്ലിക്കൊല്ലണം. അല്ലാതെ എന്തോ ചെയ്യേണ്ടത്? അല്ലാതെ വേറെ എന്താ മാർഗം? ഇത് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇത് അല്ലെങ്കിൽ ഈ ശക്തമായ നിയമം ഇതിന് വേണം. മാത്രമല്ല, ഇന്ന് ഗവൺമെൻറ് എടുത്തേക്കുന്ന ഈ തീരുമാനങ്ങളൊന്നും ഇതിന് പോരാ. ഇതൊന്നും അല്ല വേണ്ടി. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. വീണ്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും.